Hello friends, ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സൂപ്പർ ഈസി ടോപ്പാണ്, ഒരു കഫ്താൻ ടോപ്പ്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന മെറ്റീരിയൽ. 1 മീറ്ററോളം എടുത്തിട്ടുണ്ട്. 7 വയസ്സായ കുട്ടിയുടെ അളവിലാണ് ഞാൻ അത് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ 1 മീറ്ററൊക്കെ മതിയാവും. അപ്പോൾ ആദ്യം നമുക്കിത് കട്ട് ചെയ്ത് നോക്കാം, പിന്നെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ ബെൽ ഐക്കൺ അമർത്തുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. തുണി ഞാൻ 4 ആക്കി മടക്കി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ ഇറക്കം ഞാൻ 17 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ഇറക്കം എടുക്കുക, ടോപ്പിന് എത്രയാണോ വേണ്ടത് അത് എടുക്കുക. വീതി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 14.5 ഇഞ്ചാണ്. അതെനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ കഴുത്ത് തൊട്ടിട്ട് കൈൻ്റെ മുട്ട് വരെയുള്ള മെഷർമെൻ്റ് ആണ് ഇത്, ഈ 14.5 കിട്ടിയിരിക്കുന്നത്. അത് നമുക്ക് മെഷർ ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് കഴുത്ത് മാർക്ക് ചെയ്യാം, അതായത് നെക്ക് മാർക്ക് ചെയ്യാം. ഞാനിവിടെ ഒരു 2.5 മാർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കും ഫ്രണ്ടും ഒരുപോലെയാണ്, അത് കാരണം കൊണ്ട് 2.5 ഇവിടെയും 2.5 ഇവിടെയും മാർക്ക് ചെയ്തു. ഇനി നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാനൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഷോൾഡർ ഒന്ന് വെറുതെ ഒന്ന് സ്ലാൻഡിങ് വരച്ചു കൊടുക്കുക. ഇനി നമ്മൾ ഈ മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് ഒരു 7 മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് ആം ഹോളിൻ്റെ ഏകദേശം മെഷർമെൻ്റ് ആണ്. കുറച്ച് കൂടുതൽ എടുക്കുക എപ്പോഴും, ആം ഹോൾ സാധാരണ എടുക്കുന്നതിനെ കാട്ടി. ഈ പോയിന്റിൽ നിന്ന് ഇവിടെ വരെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചിലർ ഇത് നല്ല റൗണ്ട് ചെയ്തിട്ട് കൊടുക്കും. ചിലപ്പം ഇഷ്ടമുള്ള പോലെ ഷേപ്പ് കൊടുക്കാം. നല്ല റൗണ്ടായിട്ട് ഇങ്ങനെ കൊടുക്കാം. ഞാൻ ഇതിവിടെ താഴത്തേക്ക് ഒന്ന് പോയിന്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഈ കഴുത്ത് കട്ട് ചെയ്യാം, അതിനുശേഷം ഈ ഷേപ്പും കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഈ ബാക്കിയുള്ള തുണിയിൽ നിന്ന് 4 ഇഞ്ച് വീതിയിലുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം ഫ്രില്ലിന് വേണ്ടിയിട്ട്. കട്ടിങ് കഴിഞ്ഞു. ഇത് ഞാൻ 4 ഇഞ്ച് വീതിയിലുള്ള പീസസ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്രത്തോളം കിട്ടാവുന്നോ അത്രത്തോളം കട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. ഇത് ഷോൾഡേഴ്സ് ആദ്യം കൂട്ടി യോജിപ്പിക്കാം. ഈ 2 ഷോൾഡേഴ്സും ആദ്യം കൂട്ടി യോജിപ്പിക്കുക. അതിനുശേഷം നമുക്ക് നെക്ക് ഫിനിഷ് ചെയ്യാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫ്രില്ല് പിടിപ്പിക്കലാണ്. നേരത്തെ വെട്ടി വെച്ചിട്ടുള്ള പീസസ് ഞാൻ മുഴുവൻ കൂട്ടി യോജിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഫ്രില്ല് സാധാരണ പോലെ ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഇട്ടിട്ട് ചെയ്യാം. ഇവിടെ ഞാൻ ചെയ്യാൻ പോകുന്നത് ഇപ്പോഴും ചെയ്യാറുള്ളത് പോലെ ഈ ഒരു നൂല് പിടിച്ച് വലിക്കുക, അതുപോലെ ഒരു സ്റ്റിച്ച് ത്രൂ ഔട്ട് കൊടുത്തിട്ട് ഒരു നൂല് പിടിച്ച് വലിച്ച് ചെറിയ ചെറിയ പ്ലീറ്റ്സ് ഉണ്ടാക്കുക, റഫിൾസ് ഉണ്ടാക്കുക അതുപോലെ. എന്നിട്ട് ഇവിടെ സൈഡിൽ പിടിപ്പിക്കാം, താഴെ ഫ്രില്ല് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് സൈഡ് കൂട്ടി യോജിപ്പിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് പറയാം. ഇത് നല്ല ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്. സാധാരണ നമ്മൾ സൈഡൊക്കെ കൂട്ടി യോജിപ്പിക്കുക, ഉള്ളിലാണ് സ്റ്റിച്ച് ചെയ്യാറ്. ഇത് നമുക്ക് നല്ല ഭാഗത്ത് തന്നെ ഇത് സ്റ്റിച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് 2 ആയിട്ട് ഇതിങ്ങനെ മടക്കി വയ്ക്കാം. ആദ്യം തന്നെ ഞാനൊരു 3.5 ഈ ഫ്രില്ല് ഇവിടെ വിട്ടിട്ടാണ് ചെയ്യണത്. 3.5 അവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് ഞാൻ ഈ ഷോൾഡറിൻ്റെ അവിടെ നിന്ന്. അതുപോലെ തന്നെ അവിടെ നിന്ന് താഴെ ഞാനൊരു 6 ആം ഹോൾ അടയാളപ്പെടുത്തുന്നത്. താഴെയുള്ള ഈ 6.5 പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുവരെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഉള്ളിൽ പോയി സ്റ്റിച്ച് ചെയ്യരുത്. അതായത് ഉൾഭാഗത്തുനിന്ന് സ്റ്റിച്ച് ചെയ്യരുത്, പുറത്ത് വെറുതെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേ മെഷർമെൻറ്റ് അപ്പുറത്തെ ഭാഗത്തും മാർക്ക് ചെയ്യുക. എന്നിട്ട് 2 ഭാഗവും കൂട്ടി യോജിപ്പിക്കുക. ഇനി നമുക്ക് അരയിൽ എലാസ്റ്റിക് പഠിപ്പിക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ചെറിയ കനം കുറഞ്ഞ എലാസ്റ്റിക്കാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള പോലെ എടുക്കുക. അപ്പോൾ അരവണ്ണത്തിൻ്റെ അതേ അളവിൽ എലാസ്റ്റിക് എടുത്തിരിക്കുകയാണ്. 2 കഷ്ണാക്കിയിരിക്കുകയാണ് ഞാനത്. അപ്പോൾ എൻ്റെ ടോപ്പിൻ്റെ അളവ്
22 ഇഞ്ചാണ്. അപ്പോൾ ഞാൻ 11 ഇഞ്ചിൻ്റെ 2 എലാസ്റ്റിക് എടുത്തിരിക്കുകയാണ്. ഞാൻ മെഷർമെൻ്റ് ഇത് എവിടെയാണ് വെക്കണമെന്ന് പറയാം. ഞാൻ ഇവിടെ ഒരു 8 ഇഞ്ചാണ് വേസ്റ്റ് ലൈൻ അടയാളപ്പെടുത്തുന്നത്. ഇത് ഉള്ളിൽ നിന്നാണ് ഇപ്പോൾ എലാസ്റ്റിക് വെക്കുക. ഈ 8 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഈ എലാസ്റ്റിക് ഇവിടെ ഞാൻ വലിച്ചു പിടിക്കുക. ഈ ലൈനിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം സ്റ്റിച്ച് കൊടുക്കുക. ഫ്രണ്ടിലും ബാക്കിലും എലാസ്റ്റിക് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതേ മെഷർമെൻറ്റ് ബാക്കിലും അടയാളപ്പെടുത്തിയിട്ട് അടുത്ത എലാസ്റ്റിക് കൂടെ വെച്ച് കൊടുക്കാം. എലാസ്റ്റിക് വെച്ചിട്ടുണ്ട്. ഞാൻ 2 സൈഡിലും വെച്ചു, ബാക്കിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടോപ്പ് കൂടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കുക, നല്ല എളുപ്പമാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ ഇനിയും കാണാം. അതുവരെയ്ക്കും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.